പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക്. ഇറാനുമായി ആണവ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് കടുത്ത നിബന്ധനകൾ വെക്കണമെന്ന് നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെടും. അമേരിക്ക സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഇറാൻ ആണവ കരാറിൽ എത്താനായില്ലെങ്കിൽ ഇറാനെതിരെ കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വരും എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ വച്ചിരുന്നു. മധു, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ സമ്പുഷ്ട യുറേനിയം അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്നാണ് ഇറാൻ പറയുന്നത്. അത് പക്ഷേ അവിടുന്ന് എടുത്ത് കളയണം എന്ന ഒറ്റ നിലപാടിൽ അമേരിക്ക ട്രംപ് നിൽക്കുകയും ചെയ്യുകയാണ്. ഒരു പരിഹാരം ഉണ്ടാകും, ഒരു സമാധാന കരാറിലേക്ക് എത്തുമെന്നൊക്കെ കരുതാവോ മധു? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഹാഷ്മി, ശരിക്കും ഇറാൻ അല്പം അയഞ്ഞിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, അതായത് ഈ സമ്പുഷ്ട യുറേനിയം അത് ലഘൂകരിക്കാം, അത് ഡൈല്യൂട്ട് ചെയ്യാമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ട് ഒരു ആണവ കരാറിൽ എത്തുവാനുള്ള അമേരിക്കയുടെ ഇപ്പോഴത്തെ ശ്രമങ്ങൾ ഇസ്രായേൽ വലിയ ആശങ്കയോടാണ് കാണുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാർഡ് കുഷ്ണറും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫുമാണ് ഇതിനുവേണ്ടിയുള്ള ഒരു ഡീല് തയ്യാറാക്കുന്നത്. ഇവരായിരുന്നു നേരത്തെ ഹമാസുമായിട്ടുള്ളതും അതുപോലെ പുടിനുമായിട്ടുള്ള ചർച്ചകളും ഒക്കെ നയിക്കുന്ന ട്രംപിന്റെ വിശ്വസ്തർ. ഇതൊക്കെ ഇസ്രായേലിന്റെ താല്പര്യങ്ങളുമായിട്ട് അലൈൻ ചെയ്തു പോകില്ല എന്നുള്ള ഒരു ആശങ്കയാണ് നെതന്യാഹുവിനുള്ളത്. ഇറാന്റെ സൈനിക നീക്കങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് രഹസ്യ വിവരങ്ങൾ നെതന്യാഹുവിന്റെ കയ്യിലുണ്ട്. അതുമായിട്ട് ഇപ്പോൾ അമേരിക്കയിലേക്കുള്ള യാത്രയിലാണ്. ഇറാന്റെ ഏറ്റവും പുതിയ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ചും ഇപ്പോഴവർ നടത്തുന്ന ഒരു സൈനിക വിന്യാസത്തെക്കുറിച്ചുമുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഇന്ന് ഡൊണാൾഡ് ട്രംപിന് നെതന്യാഹു കൈമാറും. അത് മാത്രമല്ല, ഈ പുതിയ ഡീലിൽ 3 കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് നെതന്യാഹുവിന്റെ ആവശ്യം. നാളെ അത് ട്രംപിനോട് ആവശ്യപ്പെടും. അതായത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിരോധനം വേണം. അതുമാത്രമല്ല, ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കണം. അതുപോലെ ഇറാനിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ അമേരിക്ക കുറെ കൂടെ കർശനമായ നിലപാടെടുക്കണം. ഇതൊക്കെയാണ് നെതന്യാഹു നാളെ ഉന്നയിക്കാൻ പോകുന്നത്. അതേസമയം ഇസ്രായേലിന്റെ ഈ ഇടപെടലിനെതിരെ ഇറാൻ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ മിസൈൽ പദ്ധതികൾ പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ളതാണ്, അതൊന്നും ചർച്ചാ വിഷയമാക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ചർച്ചകളൊക്കെ വഴിതിരിച്ചു വിടുവാനുള്ള നെതന്യാഹുവിന്റെ നീക്കങ്ങളൊക്കെ കണ്ട് അതിന് ട്രംപ് വഴങ്ങരുതെന്നും ബുദ്ധിമോശം കാണിക്കരുതെന്നും ഈ ഇറാന്റെ ചർച്ചകൾക്ക് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന അവരുടെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഹെഡ് അലി ലാഴിജാനിയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇറാന്റെ മറ്റ് ഒരു വിശ്വസ്തനായിട്ടുള്ള വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗേഹിയും പ്രതികരിച്ചിട്ടുണ്ട്. ചർച്ചകൾ നടക്കുന്നത് അമേരിക്കയുമായിട്ടാണ്, ഇസ്രായേലുമായിട്ടല്ലെന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ്. ഈ ചർച്ചകൾ അട്ടിമറിക്കാനുള്ള നെതന്യാഹുവിന്റെ നീക്കങ്ങളിൽ അമേരിക്ക ജാഗ്രത പാലിക്കണം. ഈ ഒമാനിൽ നടക്കുന്ന ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടെന്നും ബഗേഹി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കാശ്മീർ ഏറ്റവും വലിയ US സൈനിക താവളം മിഡിൽ ഈസ്റ്റിലുള്ളത് ഖത്തറിലെ അൽ ഉദൈദിലാണ്. അവിടെ അമേരിക്കയുടെ ഡിഫൻസ് ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്നലെ മുതൽ പാട്രിയറ്റ് മിസൈലുകൾ അവരുടെ സ്ഥിരം ലോഞ്ചറുകളിൽ നിന്നൊക്കെ മാറ്റി മൊബൈൽ ട്രക്ക് ലോഞ്ചറുകളിലേക്ക് സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഏത് നിമിഷവും മിസൈലുകൾ തൊടുക്കുവാനോ അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ അത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ അവിടെ ചർച്ചകൾ നടക്കണം. അതിനിടയിലെ തീരുവ ഒഴിവാക്കൽ പ്രാബല്യത്തിലായി വരുന്നുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന 25% തീരുവ നീക്കം ചെയ്ത അമേരിക്കൻ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷന്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതിനിടയിൽ റഷ്യൻ കരാർ വാങ്ങുന്നില്ല എന്നൊക്കെ അമേരിക്ക ഉറപ്പിച്ചു പറയാണ്. ഇപ്പോഴും നമ്മൾ അക്കാര്യത്തിൽ വ്യക്തതയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.